അച്ഛനെ മല്ലൂർക്കറാണ് അതിരാവിലെ സമയം. സംഭവം എന്താ വെച്ചാൽ ഞാനൊരു സൈക്കിൾ വാങ്ങിയതാണ്. സൈക്കിൾ എന്തിനാണ് വാങ്ങിയെന്ന് വെച്ചാൽ എക്സസൈസ് വേണ്ടിയാണ്. പക്ഷേ ഇതുവരെ എക്സസൈസ് നടന്നിട്ടില്ല. രാവിലെ തന്നെ ഒരു സൈക്കിൾ റണ്ണിങ് എങ്ങോട്ടാണ് എത്തുകയെന്ന് അറിയില്ല. ചിലപ്പം ഹൈവേ വഴി കോഴിക്കോട് ബീച്ചിലേക്ക് എത്താം, ചിലപ്പോൾ ഇട്ടാവട്ടത്ത്. അപ്പോൾ രാവിലെ തന്നെ ഒരു സൈക്കിൾ സവാരി എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. കാര്യമായിട്ട് എന്ത് വേണം? ഹെൽമെറ്റ് വേണം. അപ്പോൾ ഹെൽമെറ്റൊക്കെ സെറ്റാക്കി മറ്റേ ക്യാമറ ഒക്കെ ഉള്ള സാധനമൊക്കെ വെച്ച് സെറ്റാക്കി കേട്ടോ. നമ്മുടെ മെയിൻ ആയുധം വാട്ടർ നിർബന്ധമാണ്. പിന്നെ ബാഗുണ്ട്, ബാഗിൽ കുറച്ച് സാധനം ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛനെ സ്റ്റാർട്ട് ചെയ്യല്ലേ, റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് തട്ടി വീട്ടിൽ നിന്ന് നമ്മൾ പുറപ്പെടുകയാണ്. ഓക്കേ, അച്ഛൻ്റെ വീട്ടിൽ നിന്ന് അതേ ഇറങ്ങുമ്പോഴേ ഓഫ് റോഡ്. അപ്പോൾ ഇനി ഓഫ് റോഡ് ഏകദേശം ഒരു 100 മീറ്ററിൻ്റെ അടുത്താണ് ഓഫ് റോഡിലെ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സുഹൃത്തുക്കളെ, ഞാൻ സൈക്കിൾ വാങ്ങിയിട്ട് ഏകദേശം 3 മാസത്തോളമായി. 3 മാസം. അപ്പം സമയം എത്ര അറിയോ? ഒരു 6 മണി ഉണ്ടാവില്ല. ഞാൻ നോക്കിയിട്ടില്ല, കറക്റ്റ് നോക്കിയിട്ടില്ല. പക്ഷെ ആ ഒരു സമയമാണിപ്പോൾ. ഓഫ് റോഡ് കഴിയാനായി. ഇനി കുറച്ച് കോൺക്രീറ്റ് റോഡ്. ഇതാണ് നമ്മുടെ റോഡ്. ഇതാണ് സുഹൃത്തുക്കളെ എൻ്റെ വീട്ടിലേക്കുള്ള റോഡ്. ഇതാണ് എൻ്റെ ഏരിയ. ഇവിടുന്ന് മെയിൻ റോഡിനൊക്കെ എത്താൻ ഏകദേശം ഒരു 700 മീറ്ററോളമുണ്ട്, അഥവാ 1 കിലോമീറ്ററിൻ്റെ മേലെ. ഈ റോഡ് ചാത്രത്തോടി, ഇത് രണ്ടും പറമ്പ് കൂടിയാണ്. പക്ഷെ നമുക്ക് ഈ റോഡ് പോവാം, കാരണം ഈ റോഡിനാണ് ഞാൻ എന്നും പോവാറ്. ഇതൊക്കെ നമ്മളെ ഏരിയ ഇട്ടാണ്, നമ്മളെ ഏരിയ ആണ് ഇതൊക്കെ. സംഭവം ചവിട്ടിക്കൊയി ഒരേ സ്ഥലം, അഥവാ നേരെ കിട്ടണം എല്ലാം സാറാ. എങ്ങനെയാണ് ബീച്ചിലേക്ക് എത്തുക അറിയില്ല, അത് വേറെ. പക്ഷേ ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നേരെ റോഡാണ്. എൻ്റെ ടൗൺ എത്തിയ സുഹൃത്തുക്കളെ. ടൗണ് 2 ടൗണാണ്, മേലെ അങ്ങാടി താഴെ അങ്ങാടി. ഈ നേരെ പോയാൽ പഠിക്കൽ കോഴിക്കോട് ഒക്കെ പോകും. ഇറക്കം പെരുന്തു കേട്ടോ. നായ്ക്കളുണ്ട് മുന്നിൽ. നായ്ക്കൾ മുന്നിൽ ചാടിയാൽ പെട്ട തന്നെ. പമ്പ് പോയി എണ്ണടിക്കണോ? എല്ലാം വേണ്ട. ഈ ഫോണ് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ. ഈ ഫോണ് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് വീഡിയോ സ്നാക്കില്ല, ഒരു ചെറിയൊരു ഷെയ്ക്ക് ഉണ്ട്. ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ഹൈവേ പിടിക്കാം. ഹൈവേ പിടിച്ചാൽ പിന്നെ പന്തീരങ്കാവ്, തൊണ്ടയാട്, കോഴിക്കോട് ബീച്ച്. നല്ല സുഖം കിട്ടുമ്പോൾ ഇറക്കമാണ് സുഹൃത്തുക്കളെ, ഇറക്കമാണ്. ഏകദേശം ഒരു 30 സ്പീഡൊക്കെ പോകണ്ടാവുന്നത് തോന്നുന്നുണ്ട് കേട്ടോ, അറിയില്ല. ആൾക്കാരൊക്കെ നോക്കണ്ട് ഏതാ ചങ്ങായിന്ന്. ഒരു വരുത്തം വന്നു. ഞാൻ വരുത്തന്നല്ലടാ, അവിടെ ഉള്ളത് തന്നെ. ബ്രേക്ക് ഉണ്ടേക്കും, അത്യാവശ്യം സ്പീഡ് പോകുന്നുണ്ട്. പോന്നി വന്ന് കൊയിഞ്ഞാടൂലേക്കും. ബ്രസീൽ, ഇവിടെ ബ്രസീൽ തന്നെ ഉള്ളൂ. അടച്ചോനെ അങ്ങോട്ട് നോക്കിക്കുന്ന ഈ വണ്ടീൻ്റെ ബാക്കിൽ ഇടിച്ചിപ്പോൾ തന്നെ. ഇതാണ് മൂച്ചിക്കല്ലങ്ങാടി. ഒരു വലിയൊരു വീടാണ് വെച്ചാൽ ഞങ്ങൾക്ക്. പെരുമ്പീട് അത്രയൊന്നും വേണ്ട നമുക്കൊരു 800 സ്ക്വയർ ഫീറ്റൊക്കെ മതി. അതുതന്നെ രാജയോഗമാണ്. വെച്ചാൽ ഇതൊരു പാടം കേട്ടോ, 2 സൈഡും പാടം. നല്ല നേക്കുള്ള പാടമാണ്. പണ്ട് ഫുട്ബോളൊക്കെ നടന്ന പാടമാണ്. നല്ല രസമില്ല രാവിലെ തന്നെ. ഇനി എന്താ വിഷയം എന്താ വെച്ചാൽ, ഒരു വലിയൊരു കയറ്റം വരുന്നുണ്ട്. സീന മോനെ വലിയ കയറ്റാണ്. ചവിട്ടിയാൽ എത്തും അറിയില്ല. ഭയങ്കര കയറ്റാട്ടെ, ഭയങ്കര കയറ്റ. നോക്കി നിങ്ങൾ, അവരുടെ മുന്നിൽ ഒരു ഓട്ടോറിക്ഷ പോകണ്ടേ, അത് വലിയുന്നില്ല. കാ ഭാഗം എത്തിയിട്ടുള്ള ഭാഗം ഉന്തണ്ടി വരെ ഇറങ്ങിയാണ്ട്. ഈ കയറ്റം മാത്രമേ വിഷയമുള്ളൂ നമ്മളെ ഏരിയയിൽ. ഹൈവേ മേലെ എത്തിയിട്ട് വേണം സുഖമായിട്ട് ഓട്ടാൻ. കൊയ്ങ്ങി ഇറക്കം കിട്ടുമ്പോഴേ ഒരു കാറ്റടിച്ചു. ആ കാറ്റ് എന്തോ ഒരു സുഖമോ. നമുക്കൊരു ബോർഡ് കാണാൻ പറ്റും, ബ്രസീൽ.
ബ്രസീൽ, നെയ്മറുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പുറത്ത് നമ്മളെ മുഖ്യമന്ത്രി സാറുണ്ട്, വി ഡി സതീശൻ. നമുക്കിനി ഹൈവേയിലോട്ട് കയറണം. അതിന് നമ്മൾ റോങ് അടിക്കണം. ഹൈവേയിലേക്ക് കയറണമെങ്കിൽ വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി നമ്മൾ കയറുന്നു. ആദ്യത്തെ ഹമ്പ് നമ്മൾ ചാടുന്നു. ഓ, സർവീസ് റോഡ് എന്ന് പറഞ്ഞാൽ മുക്കാലും കാലാണ്. അവിടെ മുക്കാൽ ഭാഗം റോഡ്, ഭാഗം കോൺക്രീറ്റ്. നല്ലൽക്കാണ് പ്രശ്നം. ഇതിന് കോൺക്രീറ്റ് ലെവലല്ല, അത് പോയി. ആ പോണ് ഇന്ത്യക്കാരായിട്ട് ഈ റോട്ടിലൂടെ, അഥവാ ഈ കോൺക്രീറ്റ് ഇട്ട ഈ ഭാഗത്ത് കൂടെ ആരും പോകില്ല. അത്ര കുടുങ്ങിയാൽ നേരെ പോകുള്ളൂ. അപ്പോൾ എന്താണ്, സർവീസ് റോഡ് ഫ്ലോപ്പാണ്. ഇത് കറക്റ്റ് കോൺക്രീറ്റ് അല്ലെങ്കിൽ ടാറിങ് കറക്റ്റ് ഫുള്ളാക്കുക. എന്നിട്ട് ഈ ഹോൾസ് ഉണ്ടല്ലോ, ഈ ഹോൾസ് കൊണ്ട് ഓട്ടാക്കി കൊടുക്കുക. ഹോൾസ് ക്ലിയർ ആക്കി കൊടുക്കുക. ഈ റോഡ് ഫുള്ള് ഉപയോഗിക്കുക. ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഏതേ മാട്ടി പണിക്കാർ വന്നാണ് പണിയെടുത്ത് കണ്ട് പോയിക്കണേ. റോക്കി വ്യൂ ക്വാളിറ്റി യു ക്യാൻ യു ക്യാൻ. മാർബിളല്ലേ, അയ്യേ അത്ര ഞാൻ പൊലിപ്പിച്ച് വായിച്ച് ആദ്യം അടിക്ക് നോക്കിയാൽ മതി. ഇത് മാർബിൾ കടയാണ്. ഞാൻ റോക്കി വ്യൂ ചോദിച്ചോളേ, നല്ല വ്യൂ പോയിൻറ്റിൻ്റെ പരസ്യം അങ്ങനെ ഉണ്ടായി ചോദിച്ചു. എന്താ ചെയ്യുക, രാവിലെ തന്നെ ഓരോ മണ്ടത്തരങ്ങളേ. ഇവിടുന്ന് ഹൈവേ കട്ട് ചെയ്യണേ. സൈക്കിൾ പോകാൻ പറ്റും സുഹൃത്തുക്കളെ. ഞാൻ കുറേ സൈക്കിൾ പോണേ കണ്ടണേ, അതുകൊണ്ടാണ് ഞാൻ പോണത്. എനിക്കതിനെക്കുറിച്ച് കൃത്യമായ ധാരണയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കയറും. ഹൈവേ, NHAI ഹൈവേ. ഇതൊരു വികസന, ചില്ലറ വികസനമൊന്നുമല്ലോ. ശരിക്കും ഇവിടെ 4 ട്രാക്കായി തോന്നും. ഇത് നമ്മളെ ട്രാക്കാണ്, സൈക്കിൾ ട്രാക്ക്. ഇതാർക്കും വിട്ടരൂല. ഞാനേ ഇവിടെ മിറർ വെച്ചിരിക്കുന്നത് ഇതെന്തിനാ അറിയോ? ഹൈവേ എന്ന് പറഞ്ഞാൽ വണ്ടി ചീറിപ്പായുന്ന സ്ഥലം. അപ്പോൾ നമുക്കെന്താണ്, ബാക്കിലൊരു കാഴ്ച, ഇതിങ്ങനെ ബാക്കിലേക്ക് പാളി വെക്കൽ നടക്കൂല. അതുകൊണ്ട് വെച്ചാണ് പണം പോയി പവർ വരട്ടെ. പിന്നെന്താ വെച്ചാൽ വ്യൂ അല്ലേ, അടിപൊളി. ഞാനൊരു വേറൊരു വ്യൂ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. ഇതാരോ വ്യൂ ചേച്ചേ, ഇതാരോ വീഡിയോ എടുത്തേക്കണേ, ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ പഠിക്കൽ ഭാഗത്താണ് ഞങ്ങൾ, പഠിക്കൽ ഭാഗം. ആ സാധനമാണ് അതാ കേട്ടോ. അവിടെ ഒരു പള്ളിയിലെ മുനാരല്ലേ, അതിൻ്റെ ആ ഒരു ഭംഗി എങ്ങനെ കാണുന്നത് വെച്ചാൽ, ആ മുനാരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കൈ വ്യൂ. ഏതാ, പക്ഷെ സ്കൈ ഒന്നുകൂടി ബ്ലൂ ആണെങ്കിൽ ഉണ്ടല്ലോ പൊളിക്കും. എന്നാണ് പഠിക്കലെ പള്ളി. നമുക്ക് ഇവിടുന്ന് ഭയങ്കര നാക്കിലാണ് തോന്നുക. എൻ്റെ അത് അല്ലേ, എൻ്റെ വണ്ടിയൊക്കെ നിർത്താം. ഇപ്പം എങ്ങനെ അറിയില്ല, അവിടെ സൂര്യൻ അവിടെ നിന്ന് പൊന്തിക്കണേ. അപ്പോൾ ഇതിന് ക്യാമറ വ്യൂ എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്കിവിടാം. ടൈറ്റായി കാല് ടൈറ്റായി. ഏതാടാ ഓട്ടർഷ. നമുക്ക് ഈ ട്രൈപ്പോഡ് ചെറുതായിട്ടൊന്ന് മാറ്റേണ്ടി വരും. ഫോൺ നല്ല ഷെയ്ക്കാണ്. ഇപ്പോൾ നമ്മൾ ചേളാരിൻ്റെ അഥവാ താഴെച്ചാളരിൻ്റെ മുകളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറയാല, ഞാൻ കുഴങ്ങി, നല്ല കുഴങ്ങി. ഫസ്റ്റാണ് ഇങ്ങനെ ട്രിപ്പ് അടിക്കണേ. വേറെ രസം എന്താ വെച്ചാൽ, ഞാൻ സൈക്കിള് വാങ്ങി എന്തിനാന്ന് വെച്ചാൽ എക്സസൈസ് തന്നെയാണ്. നമ്മൾ തടിക്കൊന്ന് കുറക്കാൻ, മുട്ടിന് സ്ട്രെങ്ത്ത് കൂട്ടാൻ, അതിലാണ് വാങ്ങിയ സംഭവം. ഞാൻ വാങ്ങിയ പിറ്റേന്ന് ഞാൻ ഓടിച്ചത് 1.5 കിലോമീറ്ററാണ്. വെറും 1.5 അല്ല 1.5 1.5 അങ്ങോട്ട് പോയി, 1.5 അങ്ങോട്ടും, 3 കിലോമീറ്റർ ഒന്നാമത്തെ ദിവസം. ഒന്നാമത്തെ അല്ലേ റെഡിയാവും വിചാരിച്ച്. അതിനകത്തോട്ട് രണ്ടാമത്തെ ദിവസം ഞാൻ 7 കിലോമീറ്റർ. ഇത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് വരിക. 7 കിലോമീറ്റർ ഓടി. അപ്പോൾ മെച്ചമുണ്ട്.
മൂന്നാമത്തത് മൂന്നാം ദിവസം 14 കിലോമീറ്റർ ഓടി, 4-ാമത്തെ ദിവസം 14 കിലോമീറ്റർ. പിന്നെ സൈക്കിളിനൊരു നീണ്ട റെസ്റ്റാണ്. സംഭവം എന്താ വെച്ചാൽ റെസ്റ്റ് വരാൻ കാരണം നമുക്ക് വർക്ക് തിരക്കായിപ്പോയി. തിരക്കാകുമ്പോൾ മൈൻഡ് ഫുൾ അവിടെ കയറാം. ഞാനിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കുകയാണ്. ഇന്ന് ലീവാണ് സംഭവം. അപ്പോൾ ഞാനങ്ങനെ ആലോചിച്ച് ബീച്ചിലൊന്ന് പോയാലോ എന്ന്. പക്ഷെ ഞാൻ ബീച്ചിൽ പോയാലേ അങ്ങോട്ട് വേണം എങ്ങനെയെങ്കിലും എത്താം, ഇങ്ങോട്ട് ഇപ്പം എങ്ങനെ വരികയെന്ന്. കമ്പനിക്കാർ അതേ പറഞ്ഞേ കുടുങ്ങിയാൽ വിളിച്ചിട്ടോ എന്ന്. കാരണം ഈ സൈക്കിൾ ഒരു പ്രത്യേകത ഉണ്ട്, ചെറിയ വെയിറ്റുള്ളൂ. ഇത് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡാണ്. ഹൈബ്രിഡ് എന്നല്ല പറഞ്ഞേ, MTB റോഡ് ഹൈബ്രിഡ്. അതായത് തോന്നുന്നു ആ നടുവിലുള്ളതാണ് ഈ വണ്ടി. ഇത് കമ്പനി എന്നാൽ ഫയർഫോക്സിൻ്റെ കമ്പനിയാണ്. നല്ല സൈക്കിളാട്ടോ. എനിക്ക് പിന്നെ സൈക്കിളിനെ കുറിച്ച് നമുക്ക് കാര്യമായിട്ട് ധാരണ ഇല്ലാത്തത് കൊണ്ട് ഇത്രയൊക്കെ അറിവുള്ളൂ. ഇത് ഓഫ് റോഡ് വണ്ടിയല്ല, ഓഫ് റോഡിനാണ് മറ്റേ വണ്ടി, MTB എന്നുള്ള വണ്ടി, ഓഫ് റോഡിനുള്ള. സൈക്കിളിലൊക്കെ ഓരോരുത്തർ പോവുണ്ട് അല്ലേ, എത്ര ലോങ് പോകണ്ട ഓരോരുത്തർ. എവിടേക്കൊക്കെ പോകണ്ട് സൈക്കിളിൽ ഓരോരുത്തർ. ഇതാ അവിടെ അടുത്ത് ഒരുത്തന് സൈക്കിളിൻ്റെ ഒരു ടയർ ഉരുക്കാണ്ടേ ഒറ്റ ടയറും ഇങ്ങനെ പോകണ്ടേ. ബാക്കിൽ വണ്ടി വരണമെങ്കിൽ നമ്മൾ ഈ ലൈൻ്റെ ഇതിലൂടെ എടുക്കും. വീഡിയോ ഒക്കെ റെക്കോർഡ് ആകണ്ടേക്കും. മേലെയുള്ള നമ്മുടെ ആക്ഷൻ ക്യാമറ ഇന്നത്തോടുകൂടി മനസ്സിലാവും എന്തൊക്കെ പോരായ്മയുണ്ട്, എന്തൊക്കെ വേണം, എന്തൊക്കെ മാറ്റണം എന്നുള്ളതൊക്കെ. ഞാൻ മിക്കവാറും ബീച്ചുകളെ പോക്ക് നാളാക്കും. ഇന്നത്തെ പോക്ക് ഞാൻ അടുത്ത സ്ഥലത്ത് നിന്ന് ഓടിക്കും. എന്നിട്ട് ഇന്നത്തെ പോരായ്മകൾ എന്താണെന്ന് പോയി നോക്കും. എന്നിട്ട് അത് നികത്തി കണ്ട് നാളെ പോവാം അല്ലേ. എങ്ങോട്ടേ പോവാം? നാളെ ഞായറാഴ്ചയാണ്. നാളെ ബീച്ച് വൈബും ഉണ്ടാവും. എന്ത് പറയുന്നു മിസ്റ്റർ മാരാർ? അതൊക്കെ മുന്നാടി ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. സംഭവം ഫിറ്റാവാതെ വന്നിട്ടാ. ഞാനിപ്പോൾ 80 കിലോ ഉണ്ട്. ആ 80 കിലോന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവറാണ്. അത് AVMക്ക് എത്തണം. അതിനെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഭക്ഷണം ആദ്യം കുറയ്ക്കണം. ഈ സൈക്കിൾ ഓട്ടൽ മതി, ഇതിങ്ങനെ ഓട്ടിയാൽ മതി. ഭക്ഷണം കൺട്രോൾ ചെയ്ത് സൈക്കിൾ ഓടിച്ചാൽ സംഭവം ഓക്കെ. ബട്ട് ഇതിനുള്ള മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇതാണ് സുഹൃത്തുക്കളെ കോഹിനൂർ. ഇവിടുന്ന് ഞാൻ വേറെ യാത്ര ചെയ്യാൻ പോകണം. വേറെ ലെവൽ വഴി. എവിടെയോടെ ഇറങ്ങാനുള്ള സജ്ജീകരണം ഇല്ല, കുറച്ച് അപ്പുറത്താണ്. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ പള്ളി, ക്രൈസ്തവരുടെ പള്ളി. 1, 2 രണ്ടറുണ്ടല്ലോ. ഒന്നിൽ യേശുവിൻ്റെ പടം, പിന്നെ കന്യാസ്ത്രീകളുണ്ട്, അച്ഛനമ്മമാരുണ്ട്, അടിയിൽ മറിയം ഈസുണ്ട്. അപ്പുറത്തെ പള്ളിയിൽ ഇപ്പോൾ ഏതാ യേശുവിൻ്റെ കയറും. ഇതന്നെയാണോ യേശു ക്രിസ്തു? വണ്ടി കുടുങ്ങിയോ? പഞ്ചറാ? ലീക്കോ? ഓക്കെ. 55 നമ്മുടെ ഏരിയത്തെ വണ്ടി തന്നെയാണ്. തിരൂർ രജിസ്ട്രേഷനാണ്. ചക്കമ്പര എവിടെ ടൂർ പോകണം. ഓയിൽ ലീക്കല്ലോ, ആടകടുത്താണ് ഏതെങ്കിലും ലോക്കൽ വണ്ടി എടുത്ത് പോയി കയറാം. വരാൻ പറ്റൂ കേട്ടോ. ടൂറ് മൂഞ്ചി. ഓയിൽ ലീക്ക് പ്രത്യേകിച്ച് വൈക്കൽ കൊടുക്കും. ഞാൻ എണ്ണ ഇല്ലാതെ തരാച്ചു ആദ്യം. എണ്ണല്ല, പഞ്ചർ ഏതാച്ചു. അതിൽ അടിക്ക് പോളിയൊക്കെ ഉണ്ട്. പക്ഷേ പഞ്ചറാണെങ്കിൽ പ്രശ്നമില്ല. പഞ്ചറെടുക്കുന്നു, അല്ലെങ്കിൽ ടയർ മാറ്റിയിട്ടൊന്ന് പോവാം. ഓയിൽ ലീക്ക് എന്തും സംഭവിക്കാം. മിററ് നല്ല ഉപകാരം കേട്ടോ. വണ്ടി നമ്മളെ മിററേ നമുക്ക് അതിൻ്റെ ഒരു നിഴൽ കിട്ടിയാൽ പോരാ വണ്ടീൻ്റെ. എന്നാൽ ആരും അടുപ്പിക്കല്ലോ. പിന്നെ അതല്ല, ഈ ഒരു ട്രാക്ക് നല്ല ഉപകാരം. അത് ഫുള്ള് അരുവ് കിട്ടിക്കാണ് പണി. ഇനി ട്രാക്ക് കണ്ടാണ് 90% ആളുകൾ വണ്ടി ഓടിക്കുന്നത്. പിന്നെ അതല്ല കേട്ടോ,
ആ മൂന്നാമത്തെ ലൈൻ അതാ ഓവർടേക്കിംഗ് ഉള്ള ലൈന്. അതിലൂടെ കാണാൻ ചെറിയ സ്പീഡിൽ പോണേ. അറിയില്ല, 4 ഫൈന് വരുമ്പോൾ റെഡി ആയിക്കോളും. ഫൈൻ അങ്ങോട്ട് കിട്ടുമ്പോൾ ഞാനായാലും നിങ്ങളായാലും ആണ്ട് റെഡി ആക്കും. ഒരട്ടൊക്കെ കൊടുക്കും ചിലപ്പോൾ, ആട്ടക്കാരെന്ന് പറഞ്ഞാണ്ട്. അതാണ് യൂണിവേഴ്സിറ്റി കേട്ടോ. അതിൻ്റെ മേലാണ്, നമുക്ക് കാണൂല. ഇനി ഇതിൻ്റെ മേലാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഇവിടുന്ന് മലപ്പുറത്തുള്ള. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ദാനശീലരാണ്. കോഴിക്കോട്ടുകാർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊടുത്തു. അതുപോലെ മറ്റേതുണ്ട്, എയർപോർട്ട്, കാലിക്കറ്റ് എയർപോർട്ട്. ദാനം ഒരു വിഷയമേ അല്ല ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങളത് പറഞ്ഞ് നടക്കാറില്ല. കോഴിക്കോട്ട് കൊടുത്തതും അല്ല, എയർപോർട്ട് കൊടുത്തതും യൂണിവേഴ്സിറ്റി കൊടുത്തതും ഞങ്ങൾ ആരോടും പറയലില്ല. ബട്ട് ഞങ്ങൾ ദാനശീലരാണ്. ഇതൊക്കെ അതിൻ്റെ ഭാഗം കേട്ടോ. ഓലെന്ത് ഞമ്മടുക്ക് വന്നേ, എന്നാലും അവരോട് സ്ഥിരം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് വെച്ചാട്ടോ, വേറെ ഓരോരുത്താണെങ്കിലും നമ്മൾ ആദ്യം എത്തുക. നമ്മളോടാ കളി. ലാഭമൊക്കെ ഓലെടുത്തോട്ടെ, ഞങ്ങൾക്ക് റണ്ണിങ് ലാഭം മതി. റണ്ണിങ് ലാഭം അല്ല, നമ്മൾ കൊടുന്ന് ഇറങ്ങാം. നമുക്ക് ഇറങ്ങുമ്പോൾ നാളെ ഉസ്സറക്കാം. നാളെ നമുക്കൊരു ബീച്ച് തന്നെ അടിക്കാം. പക്ഷെ നേരത്തെ പോവാം. പോയിട്ട് കാര്യമില്ല, ഇപ്പോഴത്തെ സമയം അറിയില്ല. നമ്മൾ സുബൈക്കൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പന്തീരങ്കാവെങ്കിൽ കവർ ചെയ്യണം. പന്തീരങ്കാവിക്ക് നമ്മളവിടെ നിന്ന് 23 കിലോമീറ്റർ ഉണ്ട്. അല്ല, 20 കിലോമീറ്റർ. കോഴിക്കോട് ടോട്ടൽ 30 കിലോമീറ്ററാണ്. ഞാനിപ്പോൾ എത്ര കിലോമീറ്റർ കവർ ചെയ്തറിയോ? പഠിക്കൽ 4-4.5, കോഴിക്കോട് 2-3. കുറച്ചായിട്ടുള്ളൂ. കുറച്ചാവില്ലല്ലോ, ഞാൻ കുറേ ഓടിക്കണല്ലോ. കുറേ ഓടിക്കാണ്ട് കിലോമീറ്റർ കുറഞ്ഞോ? ഏതായാലും NHI വേറെ ലെവലാണ് സൈക്കിൾ റണ്ണിങ്ങാർക്ക്. സർവീസ് റോഡ് പറ്റും കേട്ടോ. ഇത് കണ്ടാണ്ടൊന്നും ഞങ്ങളെ സൈക്കിളാരങ്ങൾ വിലക്കല്ലേ. ഞാൻ സൈക്കിൾ പെടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ അപ്പുറത്തുണ്ട്. അപ്പം അതുകൊണ്ട് ഓലങ്ങൾ വിലക്കല്ലേ. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് മറ്റേ ഇതെത്തി ചെട്ടിയാർമാട്. ചെട്ടിയാർമാട് ഞാൻ വിചാരിക്കണം എന്താ വെച്ചാൽ, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോയി ബൈക്ക് എടുത്തു കൂടെ പോയി. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് വേറെ റൂട്ട് പോയി പോവാൻ. മറ്റേ ബീച്ചൊക്കെ ലക്ഷ്യമാക്കിയാൽ ചിലപ്പം ഇവിടെ എത്തമാട്ടെ, നേരെ പോകും എത്താൻ. അപ്പം എന്തായിട്ടും നമ്മൾ വേറെ റൂട്ട് പോകും. ഞാൻ കട്ട് ചെയ്തു, സർവീസ് റോഡിൽ കട്ട് ചെയ്തു. ബാക്കിലൊരു വലിയ വണ്ടി വരുന്നുണ്ട്. അപ്പം നമുക്ക് തന്നെ പോകാൻ കഴിയുള്ളൂ. കുത്തി കുലുങ്ങി അടച്ചോനെ ഒരു ബസ്. സർവീസ് റോഡ് വെരി ഡേഞ്ചർ. ബസ് ഡ്രൈവർ എന്നെ കണ്ടതുകൊണ്ട് എന്നെ ശരിയാക്കില്ലെങ്കിൽ. ഇതാണ് സുഹൃത്തുക്കളെ കാക്കഞ്ചി കിംഫ്ര. ഇതിനുള്ളിൽ പല പല കമ്പനികളും സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയാണ് നിങ്ങൾ ഈ കാണുന്നത്. സുഹൃത്തുക്കളെ, ഇതിനുള്ളിൽ എല്ലാതരം ബിൽഡിങ്ങും ഉണ്ട്. ബിൽഡിംഗ് അല്ല, കമ്പനി. ഞാൻ വേറെ റോഡിന് പോകട്ടെ. ഞാൻ കണ്ടോളി. ഓ, റോഡ് വളരെ മോശം. പൊതുപരാമത്ത് ഇവിടെ പേര് സ്പീഡ്. ബ്രേക്ക് ഉണ്ടാക്കും. ബ്രേക്ക് കുറവാടേ. ഇവിടെ ഒരു മൂലിയര കട ഉണ്ടേനടാ. ചിക്കൻ പീസും വെള്ളപ്പം നെയ്ച്ചോറും. അയാൾ എവിടെ കടട്ടാലും ഭയങ്കര കച്ചവടം. പക്ഷെ അയാൾ എവിടെ കടട്ടാലും ആളുകൾ വരും. ഇവിടെ ടീം എന്തായി അറിയില്ല. നോക്കാം നമുക്ക്. എനിക്ക് തോന്നുന്നു ഇതാണ് ആ മൂലിയര തട്ടുകടഞ്ഞ് വരാനുള്ളതെന്ന്. കാരണം ഇവിടെ ഉണ്ടീനടാ. ഇതിൻ്റെ കോലം കണ്ടിട്ട് അതന്നെ തോന്നുന്നുണ്ട്. അങ്ങനെ മൂലിയര തട്ടുകട തന്നെയാണ്. നായ്ക്കളെ ചാടല്ലി, വണ്ടിന് മുമ്പ് ചാടല്ലി. ഞാൻ 50 പോണേ. നായി ബൈക്കണ്ട കറക്കി അടിക്കേണ്ടി വരും.
കണ്ണാടി കൂടെ നോക്കുക ഇല്ല. എങ്ങനെ ഈ ജാതി അടിച്ചു കൂടെ പോവുക? അപ്പോൾ ഇതിൻ്റെ മുമ്പുണ്ട് ഗ്രില്ലിട്ടാണ്. പ്രസനം വേറെന്താ പറയുക, സർവീസ് റോഡും കൂടെ പോകുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് കാര്യമായിട്ട് മിററിൻ്റെ ആവശ്യം. കാരണം ഈ കോൺക്രീറ്റ് സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ വണ്ടി ഓടാൻ കഴിയില്ലല്ലോ. ടാറിങ് അതും ടാറിങ്ങിന് ഏറ്റവും തമ്പത്ത് കുടിച്ചാണ്ടാണ് പോകണത്. വലിയ വണ്ടി വരുമ്പോഴേ ആ വണ്ടീനെ ഓവർടേക്ക് ചെയ്യാൻ വേറെ വണ്ടി കയറുമ്പോൾ തന്നെ നമ്മളെ ചന്തി അടുക്കി പൊളിയും. എയറിൽ 2-3 കറക്കം കറങ്ങിയാണ് പോകും. അപ്പോൾ തന്നെ ആത്മാവ് മേപ്പട്ടിയും പോയിണ്ടാവും, ശരീരം അടിയിക്കും വരും. ഈ ഒരു ഏരിയ ഇന്ന് വരെ ഡ്രൈവർമാർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുന്നൊരു ഏരിയയാണ്. ബൈക്ക് തത്തോ കുത്തിച്ചലി ഇവിടെയൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിലാണ് പോവുകയാണ് ഈ ഏരിയ. ഇത് റോങ്ങാണോ ലീഗലാണോ എന്നൊന്നും കൊടുത്തല്ല. ബൈക്ക് തന്നെ കുത്തിച്ചല്ലി. ഞാൻ ഇതിലൂടെ പോകുള്ളൂ. കയ്യിലൂടെ പോയിക്കാണ്ട് വലിയ വണ്ടീനെ കുത്തു വാങ്ങാൻ വെച്ചാൽ ഓ കുത്തിച്ചല്ലി. ഇതിനൊക്കെ പോകേണ്ട ആവശ്യം. നമ്മൾ കോഹിനൂറിനെ ദേവതിയ നീരൽപ്പാൽ റോട്ടിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കട്ട് ചെയ്ത് കട്ടക്കല്ലി. ഈ ഒരു കയറ്റുണ്ടല്ലോ, ഈ ഒരു കയറ്റം അങ്ങോട്ട് കഴിഞ്ഞാൽ അഥവാ ഈ നായി നിൽക്കണ വരെ കയറ്റുള്ളൂ. പിന്നെ അങ്ങോട്ട് ഫുള്ള് നോർമൽ. ഇതാണ് എഞ്ചിനീയറിംഗ് കോളേജ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇവിടെ പണ്ടൊരു ഷൂട്ടിംഗ് ഉണ്ട്. ഇനി ഏതാരോ ആ ലജ്ജാപതിയെ ഇതിലുള്ള നടനില്ലേ, ഓലൊക്കെ ഉള്ളൊരു പേര് മറന്നുപോയി. സ്റ്റാൻഡേർഡ് ബൈക്സ്. അടിപൊളി ഫുഡാട്ടോ, അടിപൊളി ഫുഡാണ്. നമ്മൾ എത്താൻ പോണ സ്ഥലമാണ് ദേവതിയാൽ. ആ നേരെ കാണണേ. ഇപ്പോൾ ദേവതിയാൽ ജംഗ്ഷനിലേക്ക് എത്തും. ഇവിടെ മറ്റേ 6 പറഞ്ഞ ഉണ്ടാവും ചിലപ്പം. ഒരു ഓൾറൗണ്ടർ, അവൻ്റെ നാടാത്. ഓൾറൗണ്ടർ ദേവതിയാൽ, ഓൾറൗണ്ടറിൻ്റെ നാടാട്ടോ ദേവതിയാൽ. ഇത് അടുത്തോട്ട് റോഡ്, ഈ റോഡല്ല വലത്തോട്ട് റോഡ്. അതായി കാണണേ. ഇതിലൂടെയാണ് പോയ ആ ബിൽഡിങ് കഴിഞ്ഞാൽ അവൻ്റെ വീടാണ്. ചപ്പാത്തി കമ്പനിയിൽ നിന്ന് പയമ്പരി മോടി വിളിക്കുന്നുണ്ട്. ബട്ട് ഞാൻ പോവില്ല. ദേവതയിൽ 2 ബ്ലോഗർമാരുണ്ട് കേട്ടോ. ഒന്ന് ഓൾറൗണ്ടർ, ഓക്കെ. വേറെ ഒന്നുണ്ട്, ഞാൻ വീട് ഞാൻ കാണിച്ചു തരാം. വീടുകൾ വയ്യ കാണിച്ചു തരാം. രണ്ടാളും നമ്മളായിട്ട് പരിചയമുള്ളതുകൊണ്ടാണ് കാണിച്ചു തരണേ. അല്ലെങ്കിൽ നമ്മൾ നോട്ട് കാണിച്ചു തരൂല. കാണിച്ചു തരാം. ഇപ്പോൾ ഈ ബിൽഡിങ് കണ്ടില്ലേ, ഈ ബിൽഡിങ് കഴിഞ്ഞിട്ടൊരു വീട്. ഈ വീടിൻ്റെ മതിലിൻ്റെ എൻ്റെ കണ്ടോ. ഇതിലൂടെ പോയാൽ ഒരു വ്ളോഗർ വീട് ഇവിടുന്ന് കാണാൻ പറ്റും. 2 വളവാണ്ട് വളഞ്ഞാൽ ഇടത് ഭാഗത്തുള്ള ഒരു വ്ളോഗർ വീട്. ഇപ്പോൾ ദേവതയാൽ അടുക്കി വരിക്കുന്ന 2 വ്ളോഗർമാർ. ഞാൻ വേറെ സംഗതി കാണിച്ചു തരാം. നിങ്ങളെ വണ്ടി സർവീസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ, മറ്റേ വണ്ടിൻ്റെ എന്തും പോളിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടെങ്കിൽ ഞാനൊരു ഇത് കാണിച്ചു തരാം. അഥവാ കോഹിനൂർ ദേവതയാൽ അമ്പലപ്പടി, പറമ്പിൽ പീടിക നീരോൽപ്പാലം അമ്പലപ്പടി, ഇങ്ങനെ വരുമ്പം കാണാൻ പറ്റും. മോട്ടോണെക്സ് എന്ന് പറഞ്ഞ ഒരു ഓട്ടോ കെയർ. ഈ സ്ഥലതാ ഇത്. ഇവിടെ എല്ലാ സാധനവും ഉണ്ടോ. വണ്ടി സർവീസൊക്കെ നല്ല അഭിപ്രായം ഉള്ളതാണ്. ഞാൻ കൊടുത്തിട്ടുള്ള ശേഷം നല്ല അഭിപ്രായമുണ്ട്. കാർ വാഷ് ചെയ്ത് നമ്മളെ നാട്ടിലത്തെ ഒരാളാണ്. ഫുൾ സെറ്റ്, നല്ല നീറ്റ് ചെയ്തു തരുമല്ലോ. നല്ല നീറ്റിൽ ചെയ്തു തരും. അടിപൊളിയാണ്, നല്ല അഭിപ്രായമുണ്ട്. കാറ് പോളിഷിങ് ആയാലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അടിപൊളിയൊക്കെ ചെയ്തു തരും. വ്യത്യസ്ത പണിക്കാരാണ്. ഒരാൾ കാറ് വെള്ളമടിക്കുമ്പോൾ അടുത്ത ആൾ അതിൻ്റെ ടയറ്, അടുത്ത ആൾ ഇങ്ങനെ വെൽ സെറ്റപ്പിലാണ് സംഭവം. ഇതാണ് അമ്പലപ്പടിയിട്ടാ. സത്യം പറയാൻ ഞാൻ നല്ല കൊയങ്ങിക്കണ്. ഇത്ര ലോങ് ഞാൻ അടിച്ചിട്ടില്ല. നാളെ ഞാൻ കോഴിക്കോടേക്ക് പോകാൻ, ബീച്ചിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് നേരത്തെ പിടിക്കണം. നേരത്തെ പിടിച്ചാലാണ് കാര്യമുള്ളൂ. അഥവാ സൂര്യൻ പൊന്തുമ്പോൾ അവിടെ എത്തണം. അപ്പോൾ 4-4:30 ഇവിടെ നിന്ന് പോകേണ്ടി വരുമെന്ന് തോന്നുക.
അക്കാടുന്ന രണ്ടാമത്തെ വീടാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്. സഹദ് അബ്ദുൽ സമദ്. ഇതാ ഇവിടെ ഒരു അലൂമിനിയം ഷോപ്പ്, അൽമണിക്കട. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്കൂള് നമ്മൾ വർക്ക് ഉണ്ട്. വീഡിയോ എടുത്തിട്ടില്ല, വീഡിയോ എടുക്കണ്ട്. ദിസ് ഈസ് നീരോൽ പാലം എത്തിട്ടോ. നീരോൽ പാലം പണ്ടേ ഒരു ചീത്തപ്പേരാണ്, ആൾക്കാർ റോട്ടുമൊന്നും മാറൂല എന്നുള്ള. പ്രത്യേകിച്ച് രാത്രിയാണ്, ഇപ്പോഴല്ല, രാത്രി ആൾക്കാർ മാറൂല എന്നുള്ളൊരു ചീത്തപ്പേര് ആദ്യമുണ്ട്. രാവിലെ തന്നെ കട്ടക്കളിയല്ലേ. അതിനെയൊക്കെ പരിപാടിയാണ്. ഒരു നാട് ചെറിയ നാടാവണം, എന്നിട്ട് ആ നാട്ടിൽ ഞമ്മക്കായിട്ട് ചെറിയൊരു റൂം, ഒരു മേശ, ടേബിള്, കാര്യങ്ങളൊക്കെ. തോന്നുമ്പോൾ ഒന്ന് കട്ട കളിക്കാനും ക്യാരം ബോർഡ് കളിക്കാനും ലുഡോ കളിക്കാനും പറ്റിയ ഒരു 8-10 ആൾക്കാരും പൊളിക്കും ആ നാട്. ഹാപ്പി. ഇതൊരു ചായപ്പിടി കേട്ടോ, വൈകുന്നേരം തുറക്കുന്ന ചായപ്പിട, അഥവാ വടക്കിൽ മാട്ട് നീരൽ പാലം. ഈ പാലത്തിൻ്റെ തൊട്ടടുത്തുള്ള ചായപ്പിട. നല്ല ചായപ്പിട, കുഴപ്പമില്ല. വലിയ കയറ്റം മോനെ, വലിയ കയറ്റം. ഇവിടെ കയറ്റം ഇരുന്ന് വലിക്കാൻ പറ്റുമോ? മുക്കി തൂറാണല്ലോ. ഇനി നേരെ പോയാൽ കുറച്ച് കയറ്റണ്ടേ. ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ ഈ ഒരു കയറ്റം മാത്രമാണ്. ഇതാണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീട് വരെ നോ പ്രോബ്ലം. കയറ്റം കഴിഞ്ഞ് നേരെ ചെന്നെത്തുന്നത് എൻ്റെ വീട്ടിലേക്കാണ് സുഹൃത്തുക്കളെ. ഉള്ളേരെ കൂടെ പോണേ, ഒക്കെ അരണയിലേക്ക് കയറാം. ചങ്ങായി ക്യാമറ ഇട്ട് രാവിലെ തന്നെ തൊപ്പിയും വെച്ച് പോകണമെന്ന് വെച്ചു. ഇതിൻ്റെ കുടുംബക്കാരെ വിട്ടടാ. ഈ കാണുന്നത് എൻ്റെ കുടുംബമാണ്, ആൾക്കാർ കാണണ്ട. ഈ നേരെ കാണുന്ന വീടുണ്ടല്ലോ, ഇവിടെ അടിപൊളി കിച്ചൺ ചെയ്തത്. പക്ഷെ വീട് എടുക്കുന്ന സമയം കിട്ടിയിട്ടില്ല. ഈ ഇറക്കത്തുനിന്ന് റൈറ്റിലൊക്കെ റോഡുണ്ട്. റൈറ്റ് റോഡാണ് ഏൻ റോഡ്. കണ്ടാ? സുലൈമാനെ. ഈ വീട് നമ്മൾ കുടുംബം, നമ്മൾ ഷെരീഫ് ക. ഈ വീട് ഇതിപ്പോൾ എവിടേക്ക് എത്തിയറിയാം. നമ്മൾ എൻ്റെ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോയില്ലേ, വണ്ടി സ്റ്റാർട്ടർ പോയതുകൊണ്ട് ഈ 3 കൂടി സ്ഥലത്തെത്തി. ഇവിടെ നമ്മൾ നേരെയാണ് പോയത്. നമ്മൾ തിരിച്ചു വരുമ്പം മറ്റേ ബൈക്കൂടെ വന്ന് ഈ ജംഗ്ഷനിൽ തന്നെ എത്തി. ഇത് എൻ്റെ വീട്ടിലേക്കുള്ള റോഡ്, കോൺക്രീറ്റ് റോഡ്. ആദ്യം കോൺക്രീറ്റ്, പിന്നെ ഓഫ് റോഡ്. അപ്പോൾ എൻ്റെ വീട്ടിലെത്തി സുഹൃത്തുക്കളെ, വീട്ടിലെത്തി. അച്ഛനെ ഞാൻ വീട്ടിലെത്തി. സൈക്കിൾ എക്സ്പീരിയൻസ് നേക്ക് പരിപാടിയാണ്. നേരെ റോഡ് കിട്ടുന്നത് നേക്കാണ്. അപ്പോൾ ഇനി നാളെ കോഴിക്കോട് ബീച്ചിലേക്ക് നേരത്തെ പോകണം. ഇതാ നമ്മൾ സൈക്കിള്, വെള്ളം കാര്യങ്ങളും എന്താ ഷെയ്ക്കാണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഒരു ബെൻഡുണ്ടോ, ഇതാണ് ഷെയ്ക്കാണ് ശരിക്ക്. അത് എന്ത് കാട്ടും കാര്യമില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം.